നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 7-ാം തീയതി 1201 ആണ്ട് മിഥുന മാസം 23-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രം ശുഭനക്ഷത്രമാണ് എങ്കിലും ചൊവ്വാഴ്ച ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഭൂമികാരകനാണ് ചൊവ്വ. ചൊവ്വ അത്ര കണ്ട് ഗുണഫലത്തെ കൊടുക്കുന്ന ദിവസമല്ല. അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസം ഇന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. ചൊവ്വ അപകടങ്ങളെ വരുത്തുന്നവനാണ്. ആക്സിഡൻ്റ് ഉണ്ടാക്കും, തീപ്പൊള്ളലേക്കും, ഇലക്ട്രിസിറ്റിയാൽ അപകടങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കൂടുതൽ സൂക്ഷിക്കണം. ശത്രുക്കളുടെ എണ്ണം കൂടും. ശത്രുഗ്രഹവും കൂടിയാണ് ചൊവ്വ. അപ്പോൾ നമ്മൾ മേലുദ്യോഗസ്ഥർ കൂടെ സംസാരിക്കുന്നതാവട്ടെ വളരെ നമ്മളിന്ന് നോക്കി ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ നോക്കി ചെയ്യുകയാണെങ്കിൽ ഒന്നും വരത്തില്ല. നമുക്ക് ശ്രദ്ധിച്ച് കൊണ്ടുപോകാം. മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരോട് സംസാരിക്കുന്നിടത്ത് സൂക്ഷിക്കണം. നമ്മൾ പറയണ അവർക്ക് സൂഹിക്കാതെ വരും. അപ്പോൾ ഇതൊക്കെ വരാൻ ഇടവരുന്ന സമയമാണ്, ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം. എടുത്തു ചാടി ഡിസിഷനൊന്നും എടുക്കരുത്. ഓരോ കാര്യങ്ങളിൽ സൂക്ഷിച്ച് കൊണ്ടുപോകണം. അതുപോലെ മിഥുനമാസം ഉത്രട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, കേസ് വഴക്കുകൾ വരും, ആക്സിഡൻ്റ് ഉണ്ടാവാം, സർജറിക്ക് വിധേയമാവാം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടവരുത്തും. അപ്പോൾ അത് ഒഴിവാക്കി കിട്ടാൻ എന്ത് ചെയ്യണം? നമുക്ക് ഈ ദോഷ പരിഹാരം ചെയ്ത് കൊണ്ടുപോകണം. ഇതിൽ നിന്ന് എങ്ങനെ അതിജീവിച്ച് പോവാം, എങ്ങനെ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകാം. ഇതിനു വേണ്ടി മുരുകനെ പ്രീതിപ്പെടുത്തണം. ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മുരുക പ്രീതിപ്പെടുത്തണം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അർച്ചനയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വർഷക്കാലവും മുരുകനെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ഇല്ല, നമുക്ക് ഇഷ്ടദേവതാ പ്രീതി വരുത്തി പോകണം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാലം നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. 3 മണി മുതൽ 4 മണി വരെയാണ് രാഹുകാല സമയം എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 3:38 രാഹുകാലം തുടങ്ങുകയുള്ളൂ. 5:12 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാലം നോക്കി പോകണം. ഒന്നാമത് ആക്സിഡൻറ്റ് ഇതൊക്കെ വരണം. എല്ലാം ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നതെങ്കിലും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ രാഹുകാല സമയത്ത് ഇറങ്ങാതിരിക്കുക. അതുപോലെ തന്നെ യമകണ്ഠ കാല സമയവും ഗുളികകാല സമയവും ഇന്ന് കൂടുതലായിട്ട് സൂക്ഷിക്കണം. കാരണം പൊതുവേ ചൊവ്വ നെഗറ്റീവ് എനർജിയുള്ള ദിവസമാണ്. അന്ന് അവർക്ക് നെഗറ്റീവ് ഗ്രഹങ്ങൾക്ക് ശക്തി കൂടും. ഇന്ന് ഗുളികോദയം സമയം 12:29 തൊട്ട് 2:04 വരെയും യമകണ്ഠ കാല സമയം 9:21 മുതൽ 10:56 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ ഈ സമയം അനുകൂലപ്രദമല്ല. അതുപോലെ തന്നെ എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തമുണ്ട്, ഇന്നുമുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ചൊവ്വാഴ്ചയാണ് എങ്കിൽ പോലും ചില സുപ്രധാനമായ കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ. ചില ഡോക്യുമെൻറ്റേഷൻ ഒപ്പിടേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കൊരു ചെക്ക് ഇന്ന് കൊടുത്തേ തീരുള്ളൂ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും 48 മിനിറ്റ് ഉണ്ട്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:05 തൊട്ട് 12:53 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് അഭിജിത്ത് മുഹൂർത്തം ഉപയോഗിക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. റെഡ് മിക്സ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ റെഡിൻ്റെ അംശം ഉണ്ടാവണം. ചുവപ്പ്
കളറ് അല്ലെങ്കിൽ ചുവപ്പ് കളറിലെ ഒരു കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം ഭൂമികാരകനായ ചൊവ്വയുടെ ദിവസമാണ്. എല്ലാവർക്കും നല്ല ഫലത്തെ പ്രദാനം ചെയ്ത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.